ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും പേര് വെച്ചിട്ട് കഥ പറയണം കേട്ടോ. ആഷ്നിയ എന്ന പേര് വെച്ചിട്ടാണ് ഇന്നത്തെ കഥ പറയുന്നത്. അക്ഷരങ്ങൾ ഓർഡറിൽ എഴുതിയാലും നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി മാറ്റിയൊക്കെ എഴുതുന്നത് കേട്ടോ. ഒരിക്കലും ഒരു കുഞ്ഞിനൊട്ടകം അവൻ്റെ അമ്മയിൽ നിന്നും മറ്റു കൂട്ടുകാരിൽ നിന്നൊക്കെ വഴി മാറി സഞ്ചരിച്ച് വലിയ ഒരു മരുഭൂമിൻ്റെ നടുവിലെത്തി കേട്ടോ. വഴിതെറ്റിയെന്ന് മനസ്സിലായപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞിനൊട്ടകത്തിന് വലിയ പേടിയായി. അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെപ്പാട് വിഷമിച്ചു. ചൂട് കൂടി വന്നപ്പോൾ അവന് വല്ലാതെ ദാഹിച്ചു. അപ്പോഴാണ് വളരെ ദൂരെ നിന്ന് ഒറ്റക്കൈനായ ഒരു മനുഷ്യൻ നടന്നു വരുന്നത് അവൻ ശ്രദ്ധിച്ചത്. അയാളെ കണ്ടപ്പോൾ അവൻ്റെ ഭയം കൂടി. എന്നാൽ ആ ഒറ്റക്കൈ മനുഷ്യൻ ആ ഒട്ടകത്തിൻ്റെ അടുത്തേക്ക് നടന്നു വന്നിട്ട് അവൻ്റെ ദയനീയമായ നോട്ടം കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി പാവത്തിന് നന്നായിട്ട് ദാഹിക്കുന്നുണ്ടെന്ന്. അയാളുടെ സഞ്ചിയിൽ നിന്നും കുറച്ച് വെള്ളം എടുത്തിട്ട് അയാൾ അത് അവന് കൊടുത്തു കേട്ടോ. ഇതൊന്നും നമ്മുടെ ഒട്ടകക്കുഞ്ഞ് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു. മനുഷ്യനെ ആദ്യം കണ്ടപ്പോൾ അവനൊന്ന് ഭയന്നെങ്കിലും പിന്നീട് അയാളുടെ പ്രവൃത്തികൾ അവൻ്റെ ഉള്ളിൽ വലിയ ചിന്തകൾ ഉണ്ടാക്കി. നമ്മളെല്ലാ ആൾക്കാരെയും പെട്ടെന്ന് തെറ്റിദ്ധരിക്കുമല്ലേ. അയാളെ കാണുമ്പോൾ തന്നെ ഞാൻ പേടിച്ചത് തെറ്റായിപ്പോയെന്ന് അവന് തോന്നി. നേരം ഇരുട്ടി വരികയായിരുന്നു. ഒട്ടകക്കുഞ്ഞിനെയും കൊണ്ടുള്ള യാത്ര ഒരിക്കലും സുരക്ഷിതമായിരിക്കില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. രാത്രി മുഴുവൻ അയാൾ ആ ഒട്ടകത്തോടൊപ്പം അവനെ തലോടിക്കൊണ്ട് ആ മരുഭൂമിയിൽ ചിലവഴിച്ചു. അയാളുടെ സമയവും സാന്നിധ്യവും തനിക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ ഒട്ടകക്കുഞ്ഞിന് ഒരുപാട് നന്ദി തോന്നി. ആ ഒട്ടകക്കുഞ്ഞ് അയാളോട് മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ തന്നെ അയാൾ ഒട്ടകക്കൂട്ടങ്ങൾക്കിടയിലേക്ക് ആ കുഞ്ഞിനെ കൊണ്ടെത്തിച്ചു. ആ നല്ലവനായ മനുഷ്യൻ നടന്നു നീങ്ങുന്നത് നോക്കി നമ്മുടെ ഒട്ടകക്കുഞ്ഞ് നിന്ന് കേട്ടോ. അമ്മമാരിൽ നിന്നും വഴിതെറ്റി പോകുന്ന മക്കൾ തീർച്ചയായിട്ടും ഓർക്കണം, ഇതുപോലെ നമ്മളെ സഹായിക്കാൻ നല്ല ആൾക്കാരൊന്നും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെന്നിരിക്കില്ല.